ഈസ്റ്റർ എന്തിനാണ് എല്ലാ വർഷവും ഞായറാഴ്ച ആഘോഷിക്കുന്നത് എന്നറിയാമോ? അതൊരു വലിയ കഥയാണ്. ഈസ്റ്റർ എന്ന് പറയുന്നത് യേശുക്രിസ്തു വീണ്ടും ജീവനിലേക്ക് എഴുന്നേറ്റതിൻ്റെ ഓർമ്മയാണ്. യേശുക്രിസ്തു മരിച്ച് 3-ാം ദിവസം വീണ്ടും ജീവനോടെ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഈ ദിവസമാണ് ഈസ്റ്ററായി നമ്മൾ ആഘോഷിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ഈസ്റ്റർ ഞായറാഴ്ച ആഘോഷിക്കുന്നത്. ആദ്യകാല ക്രിസ്ത്യാനികൾ ഈ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം എന്നതിലുപരി അതൊരു പുതിയ തുടക്കത്തിൻ്റെ ദിവസം കൂടിയായിരുന്നു അവർക്ക്. അന്നത്തെ യഹൂദന്മാരുടെ വിശുദ്ധ ദിവസമായിരുന്നു സാബത്ത്. അത് ആഴ്ചയിലെ 7-ാമത്തെ ദിവസമാണ്, അതായത് ശനിയാഴ്ച. അവർ അന്നാണ് ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത്. എന്നാൽ യേശുവിൻ്റെ അനുയായികൾക്ക് ഞായറാഴ്ച ഒരു പുതിയ തുടക്കമായിരുന്നു. കാരണം യേശു ഉയർത്തെഴുന്നേറ്റത് അന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സാബത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഞായറാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകി. ഞായറാഴ്ച ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ്. പ്രകാശത്തിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും പ്രതീകമായി ഇതിനെ കണക്കാക്കുന്നു. അതുപോലെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു പുതിയ പ്രകാശവും പുതിയ ജീവിതവും നൽകുന്നു. ആദ്യകാല ക്രിസ്ത്യാനികൾ എല്ലാ ആഴ്ചയിലെയും ഈ ദിവസം ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞായറാഴ്ച എന്നത് ആരാധനയ്ക്കും ഒത്തുചേരലിനുമുള്ള ഒരു പ്രധാന ദിവസമായി മാറി. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരുന്ന് അവസാനമായി ഭക്ഷണം കഴിച്ചതും ഒരു ഞായറാഴ്ചയായിരുന്നു. ഇതിനെ അന്ത്യത്താഴം എന്ന് പറയുന്നു. പിന്നീട് യേശുവിനെ കുരിശിൽ തറച്ചത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഈ ദിവസം ദുഃഖ വെള്ളിയാഴ്ചയായി ആചരിക്കുന്നു. അതിന് ശേഷം 3-ാം ദിവസം, അതായത് ഞായറാഴ്ച, അദ്ദേഹം വീണ്ടും ജീവനിലേക്ക് വന്നു. ഇവിടെ 3 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. 3 ദിവസം കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് ഒരുപാട് കാര്യങ്ങളുടെ പ്രതീകമാണ്. ഈസ്റ്ററിന് പിന്നിൽ പെസഹ എന്നൊരു യഹൂദൻ ആഘോഷമുണ്ട്. അത് അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ഈ ആഘോഷവും ഈസ്റ്ററും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. പെസഹയുടെ സമയത്താണ് യേശു കുരിശിലേറ്റപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റപ്പെട്ടതും. അതുകൊണ്ട് ഈ 2 ആഘോഷങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. എല്ലാ വർഷവും ഈസ്റ്ററിൻ്റെ തീയതി മാറാനുള്ള കാരണം അതൊരു പ്രത്യേക തീയതിയിലല്ല ആഘോഷിക്കുന്നത് എന്നതാണ്. ഈസ്റ്റർ ആഘോഷിക്കുന്നത് ചന്ദ്ര കലണ്ടർ അനുസരിച്ചാണ്. അതായത് ചന്ദ്രൻ്റെ കറക്കത്തിനനുസരിച്ച് തീയതികൾ മാറും. വസന്തകാലത്ത് പ്രകൃതി വീണ്ടും ഉണരുന്നത് പോലെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പുതിയ ജീവിതത്തിൻ്റെ പ്രതീക്ഷ നൽകുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റർ വസന്തകാലത്ത് വരുന്നത്. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ട് എല്ലാ വർഷവും ഈസ്റ്റർ ഞായറാഴ്ച ആഘോഷിക്കുന്നു. ഈസ്റ്റർ എന്നത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും ത്യാഗവും നമ്മൾ ഓർക്കുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു വലിയ ആഘോഷം കൂടിയാണത്.